ഫുൾ ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങളൊക്കെ നമുക്ക് വില കൂടിയതിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിലേക്ക് ഫുൾ ബ്ലാക്ക് ഈ ഒരു 4.99 ലാക്സിന് കിട്ടുന്ന നിയോസിൽ തന്നെ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് പില്ലർ ലൈറ്റ് കാണാം. അതായത് ജസ്റ്റ് ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ വാഹനം ലോക്ക് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ് വന്നുള്ളത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ എടുത്തു പറയാൻ കാരണം 5 ലക്ഷത്തിനകത്തൊക്കെ ബഡ്ജറ്റുള്ളവർക്ക് പുതിയ കാർ കിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് പേരുടെ ധാരണ. അതുകൊണ്ട് യൂസർ നോക്കി പോകാറുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഏകദേശം 7ഓളം കാറുകൾ 5 ലക്ഷത്തിനകത്ത് നമുക്ക് കേരളത്തിൽ വാങ്ങാനായിട്ട് പറ്റും. പക്ഷെ അതിലൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്താ വെച്ചാൽ ആ 7 വാഹനങ്ങളും 3 സിലിണ്ടർ എഞ്ചിനായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ ഒരു സ്പേസ് ആ ഒരു ബഡ്ജറ്റുള്ളവർക്കൊരു 4 സിലിണ്ടർ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കുറച്ചുകൂടി റിഫൈൻഡ് ആയ എഞ്ചിനാവും, നല്ല റിലയബിൾ ആണ്, വളരെ സൈലന്റ് ആണ്, സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് വരുന്നുണ്ട്, ലൈഫ് കൂടുതൽ കിട്ടുന്നുണ്ട്. സോ അങ്ങനെ ഒരു സ്പേസ് ആ ഒരു ബഡ്ജറ്റുള്ളവർക്ക് 4 സിലിണ്ടർ എഞ്ചിൻ ആരും തന്നിരുന്നില്ല. ആ ഒരു സ്പേസിലേക്കാണ് ഈ ഒരു ഓണത്തിന്റെ സമയത്ത് ഗ്രാൻഡ് ഐറ്റൻ നിയോസിന്റെ എറ എന്ന വേരിയന്റ് നമ്മുടെ ഹ്യൂണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് 4.99 ലാക്സിനാണ് എക്സ്-ഷോറൂം. അതായത് 5 ലക്ഷത്തിനകത്താണ് എക്സ്-ഷോറൂം പ്രൈസ് വരുന്നുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് കിട്ടുക, എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത, വിശദമായിട്ട് ഒന്ന് നോക്കാം. എറ എന്ന വേരിയന്റ് ഓൾറെഡി ഗ്രാൻഡ് ഐറ്റൻ നിയോസിന് ഉള്ളതാണ്. അതിന്റെ ബേസ് വേരിയന്റ് ആണ്. പക്ഷേ അതിൽ പ്രൈസിൽ മാറ്റം വന്നു. പിന്നെ നമ്മൾ ഈ കാണുന്ന കളർ ഇതും പുതിയതാണ്. അതായത് ഫുൾ ബ്ലാക്ക് കളറിൽ നമുക്ക് ഐറ്റൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിലൊക്കെ കിട്ടുന്ന വാഹനങ്ങളിൽ നമ്മൾ ഒരുപാട് ലക്ഷറി അല്ലെങ്കിൽ പ്രീമിയം ബ്രാൻഡുകളിലൊക്കെ കണ്ട് നൈറ്റ് എഡിഷൻ പോലെ ഇപ്പോൾ ക്രെറ്റയൊക്കെ കിട്ടുന്നത്, അതേപോലെ ഫുൾ ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങളൊക്കെ നമുക്ക് വില കൂടിയതിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരുടെ ബഡ്ജറ്റിലേക്ക് ഫുൾ ബ്ലാക്ക് ഏറ്റവും ഒരുപാട് ഫാൻസ് അല്ലെങ്കിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണ് ഫുൾ ബ്ലാക്ക് കളറിൽ ഒരു വാഹനം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കളറാണ് വാഹനങ്ങളുടെ ഇടയിൽ. സോ അത് ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതിനൊരു ലൈക്ക് കൊടുക്കുകയാണ്. കാരണം അത് നല്ലൊരു എന്താ പറയുക, ഇനി മറ്റുള്ളവർ അനുകരിക്കുന്ന ഒരു മാതൃകയായി മാറട്ടെ എന്ന് പറയാം. മുൻവശം നോക്കുന്ന സമയത്ത് നമുക്ക് ഹാലജൻ യൂണിറ്റാണ് ഹെഡ് ലാമ്പ് വരുന്നത്. ഇൻഡിക്കേറ്ററും കാണാനായിട്ട് സാധിക്കും. വേറെ ഫോഗ് ലാമ്പ് അത്തരം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ബമ്പറൊക്കെ കാണുന്ന സമയത്ത് ഒരു ബേസ് വേരിയന്റ് ആണെന്ന് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ട്, പ്രത്യേകിച്ച് ഒരു ബ്ലാക്ക് കളർ അടിപൊളിയായിട്ട് കോമ്പിനേഷൻ ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു മാറ്റ് ബ്ലാക്കും ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ആയിട്ട് നൈസായി വന്നിട്ടുണ്ട് എന്ന് പറയാം. ഇനി വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് 14 ഇഞ്ചാണ് ടയർ സൈസ് വന്നിട്ടുള്ളത്. നമുക്ക് സിയറ്റിന്റെ ടയറാണ് നമ്മൾ ഒരു വാഹനത്തിൽ ഇപ്പോൾ കാണുന്നത്. 165-70 പ്രൊഫൈലുള്ള 17 ഇഞ്ചാണ്. ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ, ഡോർ ഹാൻഡിലും അതുപോലെ ORയും ഒക്കെ നമുക്ക് ബോഡി കളർ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് അതുമായി മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ഒരു മാറ്റ് ബ്ലാക്കിലാണ് വരിക. ബേസ് വേരിയന്റ് ആയതുകൊണ്ട് നമുക്കതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രൂപത്തിലാണുള്ളത്. അതുപോലെ തന്നെ റിയറിലേക്ക് വരുന്ന സമയത്ത് ബാക്കി ഞാൻ പറയാത്ത നമുക്കിതൊരു പുതിയ ഐറ്റൻ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു വാഹനമല്ല. നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നിരവധി, നമ്മൾ മാർക്കറ്റിൽ മാത്രമല്ല റോഡിലും നിരവധി കാണുന്നതാണ്. അപ്പോൾ കണക്ഷൻ ടൈപ്പ് ഒരു ഡിസൈൻ നമുക്കിവിടെ വരുന്നുണ്ട്. ടെയിൽ ലാമ്പ് നോക്കിക്കഴിഞ്ഞാൽ, പക്ഷേ ഇവിടെ ഇലുമിനേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഹാലജനാണ് നമ്മുടെ ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ് എല്ലാം വരുന്നത്. നിയോസ് എന്നുള്ളൊരു ബ്രാൻഡിങ് കാര്യങ്ങൾ കാണാം. റിയറിലേക്ക് പാർക്കിംഗ് സെൻസർ വന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഐറ്റൻ എന്നുള്ള ബാഡ്ജിങ്. കൂടാതെ ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് നമ്മുടെ ബോട്ട് ലിഡ് വന്നുള്ളത്. അതായത് ജസ്റ്റ് ഇവിടെ ഒരു പ്രസ് കൊടുത്താൽ വാഹനം ലോക്ക് ആണെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്ന ബൂട്ടാണ് വന്നുള്ളത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇതൊക്കെ എടുത്തു പറയാൻ കാരണം നമ്മൾ ഒന്നില്ലെങ്കിൽ ഡ്രൈവറുടെ അവിടെ ലിവർ പുള്ള് ചെയ്യണം, അല്ലെങ്കിൽ കീട്ട് ഓപ്പൺ ചെയ്യണം. അങ്ങനെയാണ് നോർമലി ബഡ്ജറ്റിൽ എല്ലാവരും കൊടുക്കുന്നത്. നിയോസിൽ നമുക്ക് ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനി ഇന്റീരിയറിൽ നോക്കിയാൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു 4.99 ലാക്സിന് കിട്ടുന്ന നിയോസിൽ തന്നെ നമുക്ക് 6 എയർ ബാഗ് വരുന്നുണ്ട്. സോ അതിൻ്റെ ഒരു ബാഡ്ജിങ് ഒക്കെ നമുക്ക് പില്ലർ ലൈറ്റ് കാണാം. അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും മാത്രമല്ല, പുറകിലിരിക്കുന്ന നമ്മുടെ ഫാമിലിക്കും സേഫ്റ്റി പ്രൊട്ടക്ഷൻ 6 എയർ ബാഗിൻ്റെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സീറ്റൊക്കെ നമുക്കൊരു ഫുൾ ഒരു വൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ബീച്ച് കളറിൻ്റെയൊക്കെ ടോണാണ് വന്നിട്ടുള്ളത്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്, അതായത് 10 ലക്ഷം കൊടുത്താലും കിട്ടാത്ത പല വാഹനത്തിലും ഈ ഒരു ഫീച്ചർ ആൾക്കാർ മാറ്റുന്ന ഒരു സമയത്താണ് ഹ്യുണ്ടായി ജസ്റ്റ് 4.99 ലാക്സിന് നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെഞ്ച് സീറ്റായിട്ട് ഇത് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഐറ്റൻ ന്യൂസിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥല സൗകര്യമാണ്. 6 അടി ആയിട്ടുള്ള എനിക്കിത് ലെഗ് റൂം, നീ റൂം എല്ലാം ഡീസൻ്റ് ആണ്. ഇത് അത്യാവശ്യം മുന്നിൽ ഇട്ടിട്ടുണ്ട്. എന്നാലും അല്ലെങ്കിൽ പോലും നമുക്ക് ഇഷ്ടംപോലെ സ്ഥല സൗകര്യം വരുന്നതാണ്. അതും ഈ ഒരു സെഗ്മെന്റിൽ അടിപൊളിയാണെന്ന് പറയാം. നമ്മൾ എഞ്ചിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ സെഗ്മെന്റിൽ ഈ ഒരു വിലയിലും നമുക്ക് 4 സിലിണ്ടർ എഞ്ചിൻ കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിന് നമുക്ക് കിട്ടില്ല എന്നുള്ളതാണ്. പുറകിൽ മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമുക്ക് പവർ വിൻഡോ വരുന്നില്ല, ഒരു വൈൻഡറാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പവർ വിൻഡോ നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. മുന്നിലേക്ക് 2 പവർ വിൻഡോയുടെ കൺട്രോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇൻസൈഡ് ഡോർ ലിവർ നമുക്കൊരു ബ്ലാക്ക് കളറാണ്. മൊത്തത്തിൽ നിങ്ങൾ ഈ ബ്ലാക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഒരു പ്ലാസ്റ്റിക് പാർട്ടുകളൊക്കെ ഇത് ഈ ഒരു നമ്മുടെ ബോഡി കളറായിട്ട് മാച്ച് ചെയ്ത് പോകും. മറ്റുള്ള കളറിനേക്കാളും കുറച്ചുകൂടി നമുക്ക് അത്രയും ഒരു ബേസ് വേരിൻ്റെ ഒരു ഫീല് തരില്ല എന്നുള്ളതാണ്. ഹെഡ്ലൈറ്റ് ലെവലർ കാണാം, അതുപോലെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് കാണാം. പക്ഷെ അത് നമ്മുടെ മീഡിയയുടെ ഒന്നുമല്ല, നമ്മുടെ മീറ്ററിൻ്റെ ഒരു കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ്, വൈപ്പറിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിലിപ്പോൾ കീ കാണാനില്ല, അല്ലെങ്കിൽ ഓണായി കാണിക്കായിരുന്നു. കാണാനൊന്നുമില്ല, നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ കാണുന്ന ഐറ്റനിൽ കിട്ടുന്ന ഒരു
മീറ്റർ കൺസോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇൻഫർടൈൻമെൻ്റ് ഒന്നും വരുന്നില്ല, അത് നമ്മൾ എക്സ്ട്രാ അഡീഷണലി വാങ്ങി വെക്കണം എന്നുള്ളതാണ്. AC വരുന്നുണ്ട്, മാനുവൽ AC കാര്യങ്ങളാണ്. 12 വോൾട്ടിൻ്റെ ചാർജ് സോക്കറ്റ്. മാനുവലായിട്ട് മാത്രമേ ഈ വേരിയൻറ്റ് കിട്ടുള്ളൂ. സോ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ കാണാൻ സാധിക്കും. 2 കപ്പ് ഹോൾഡേഴ്സ്, ഹാൻഡ് ബ്രേക്ക്. അതുപോലെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിലും നൈസാണ് കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ നൈസായി വന്നിട്ട് നമുക്ക് ഒരു നല്ലൊരു ടച്ച് സ്ക്രീൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കാണുന്ന സമയത്ത് ആരെങ്കിലും ഇതൊരു ബേസ് വരേണ്ടതെന്ന് പറയും. അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. മാനുവലി ഡിമ്മിങ് IR ഇല്ല, അത് കൊടുക്കായിരുന്നു എന്ന് തോന്നി. അത് നൈറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി ഫീച്ചറാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് ഉണ്ടായി. ബാക്കി ഞാൻ ഈ ഒരു വിലയിൽ കിട്ടുന്ന ഈ ഒരു വാഹനത്തിൽ വളരെ വളരെ ഹാപ്പിയാണ് എന്ന് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം 4 സിലിണ്ടർ എഞ്ചിൻ. നമുക്ക് 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 83 BS 113.4 ന്യൂട്ടൺ മീറ്റർ ടോർക്കാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് K12 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമ്മുടെ എഞ്ചിൻ കവറിലായിട്ട് കാണാം. ആൻഡ് ഇവിടെ നമുക്ക് 4 പൈപ്പുകൾ പോയിരിക്കുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് വാല്യൂ ഫോർ മണി ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു 4 സിലിണ്ടർ തന്നെയാണ് എന്നുള്ളത്. അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഗ്രാൻഡ് ന്യൂസ് യൂസ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങൾക്ക് കിട്ടുന്ന മൈലേജ് എത്രയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് കുറച്ചുകൂടി അത് ഹെൽപ്ഫുൾ ആകും. സോ ഒരു ഫസ്റ്റ് കാർ ആയിട്ട് ഒരു ഓണത്തിന് പർച്ചേസ് ചെയ്യാനിരിക്കുന്നവർക്കും കുറച്ച് ലോങ് ടൈം യൂസ് ചെയ്യുന്നവർ, അതായത് നിങ്ങളിപ്പോൾ വണ്ടി എടുത്ത് 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ മാറ്റാണെന്ന് പോകുന്നില്ല, 8 കൊല്ലം 10 കൊല്ലം മാക്സിമം അത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ളവർക്കൊക്കെ അത്രയധികം ലൈഫ് കിട്ടുന്ന ഒരു എഞ്ചിൻ മാത്രമല്ല, ഒരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ഗ്രാൻഡ് ന്യൂസ്. നിരവധി കസ്റ്റമേഴ്സാണ് അത്തരത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഗ്രാൻഡ് ന്യൂസ് ഒക്കെ ചൂസ് ചെയ്യുന്നവർ അത്തരത്തിൽ, അതായത് ഒരു 10 വർഷം അല്ലെങ്കിൽ റീടെസ്റ്റ് ഒക്കെ സെയിം ഫസ്റ്റ് ഓണർ തന്നെ വരുന്ന ടൈപ്പ് വാഹനങ്ങളുണ്ട് കുറച്ച്. അതിൽപ്പെട്ട ഒരു മോഡലാണ് ഗ്രാൻഡ് ന്യൂസ് ഒക്കെ. അത്രയും നാൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടു നടക്കാം. ആ ഒരു എടുക്കുന്ന സമയത്ത് മാത്രമല്ല മെയിൻറ്റെയിൻ ചെയ്യാനും അത്യാവശ്യം പ്രൈസ് കുറവ് വരുന്നുള്ളൂ. മൈലേജ് മാത്രമാണ് നമുക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും 3 സിലിണ്ടർക്ക് പോയാൽ ഇതിനേക്കാളും മൈലേജ് കിട്ടുന്ന വാഹനങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്രയും റിഫൈൻഡ് ആയിട്ട് ആ ഒരു കുലുക്കോ വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ട് ഓടിക്കാൻ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിൻ കിട്ടില്ല. ഒരു നോർമലി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു 14 ആവറേജ് അല്ലെങ്കിൽ 15 ആ റേഞ്ചിലൊക്കെ ആവറേജ് നമുക്ക് മാനുവലിന് മൈലേജ് ആവറേജ് ആണ് പറയുന്നത്. നമ്മൾ ഹൈവേയിലൊക്കെ കയറി അതിൽ കൂടുതൽ കിട്ടും, നല്ല സിറ്റിയുടെ ഉള്ളിൽപ്പെട്ടാൽ അതിൽ കുറയുകയും ചെയ്യും. ഓൺ ആവറേജ് ഒരു 15 കുറയാത്തൊരു മൈലേജ് ഒക്കെ നമുക്ക് ഗ്രാൻഡ് ന്യൂസിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. സോ ഇതാണ് പ്രൈസ്. 4.99 lakhs എക്സ് ഷോറൂം പ്രൈസ് ആണ്. ഏകദേശം ഓൺ റോഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ടാക്സ്, ഇൻഷുറൻസ്, ഫാസ്ടാഗ് അത് മാത്രം കണക്കാക്കുകയാണെങ്കിൽ ഒരു 5,60,000 റേഞ്ചിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് പറ്റും. കറക്റ്റ് ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന സ്കീം കാര്യങ്ങളൊക്കെ ഓൺ ആയതുകൊണ്ട് റൺ ചെയ്യുന്നത്. അത്രയും കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോ. ആപ്കോ ഹ്യുണ്ടായിലാണ് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ. അതുപോലെ ഓൺ ആയതുകൊണ്ട് സ്ക്രാച്ച് ആൻഡ് വിന്ന് കൂപ്പണിലൂടെ അഷ്യൂർഡ് ഗിഫ്റ്റ് ഉണ്ട്. ലക്കി നമ്പർ എഴുതിയിരുന്ന പരിപാടിയൊന്നുമല്ല, എന്തായാലും നിങ്ങൾക്ക് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗിഫ്റ്റ് കിട്ടും. അത്ര സ്കീമുകൾ റൺ ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് ഉള്ളവർക്ക് 50,000 ബോണസ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമയത്ത് ഒരു ബഡ്ജറ്റ് റേഞ്ച് വാഹനം നോക്കുന്നവർക്ക് ഇത് ഒരു അടിപൊളി ബൈ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.